തൃത്താലയുടെ വികസന സ്വപ്നമായ കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റഡ് കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമായി. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ ബൃഹത് പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. കിഫ്ബി വഴി ലഭിച്ച സാമ്പത്തിക സഹായമാണ് പദ്ധതിക്ക് കരുത്തായതെന്ന് അധ്യക്ഷത വഹിച്ച മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. വികസന വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കാൻ കഴിയണമെന്നും അത് സാധ്യമാകാത്തത് ഖേദകരമാണെന്നും മന്ത്രി എം.പി. രാജേഷ് അഭിപ്രായപ്പെട്ടു. കല്ലിട്ടു പോവുക എന്ന പഴയ രീതിയല്ല, ഇട്ടകല്ലിൽ കെട്ടിടമോ പാലമോ പണിയുന്ന പുതിയ വികസന സംസ്കാരമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ സാങ്കേതിക പരിശോധനയും പൂർത്തിയായി എന്നിട്ടാണ് നമ്മൾ ഉദ്ഘാടനത്തിലേക്ക് പോയത്. ഷട്ടറുകൾ പൂർണ്ണമായിട്ട് അടച്ചു കഴിയുമ്പോൾ 8 കിലോമീറ്റർ നീളത്തിൽ വെള്ളം നിൽക്കുമെന്നാണ് കണക്ക്. ഇത് വലിയ പ്രയോജനമാണ്. 1200 ഹെക്ടറിൽ കൃഷിക്ക് വെള്ളം ലഭിക്കും. അതിനേക്കാൾ പ്രധാനം നമ്മുടെ ഈ പ്രദേശത്താകെയുള്ള ഭൂഗർഭ ജലവിധാനം ഉയർത്തും. കിണറുകൾ വറ്റുന്നത് ഒഴിവാകും. വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമത്തിന് വലിയൊരാശ്വാസമായി മാറും. പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകിയതിനെക്കുറിച്ചും മന്ത്രി വിശദീകരണം നൽകി. സാങ്കേതിക കാരണങ്ങളാൽ സ്ഥലമെടുപ്പ് നീണ്ടുപോയതാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണം. എന്നാൽ അടുത്ത 2 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഈ സാഹചര്യത്തിൽ ഉദ്ഘാടന ചടങ്ങ് UDF ബഹിഷ്കരിച്ചത് ശരിയായ നടപടിയല്ലെന്നും മന്ത്രി വിമർശിച്ചു. ചടങ്ങിൽ ഷൊർണൂർ MLA പി. മമ്മിക്കുട്ടി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വിവിധ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.